അസ്സലാമലൈക്കും വറഹമത്തുള്ള. എന്താപ്പോ SDPIക്കാർ യൂണിഫോം ഇട്ടതാണല്ലോ ഭയങ്കര പ്രശ്നേ. അങ്ങനത്തെ കുറേ വികൃത മനോഭാവങ്ങൾ. അങ്ങനത്തെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സോഷ്യൽ മീഡിയക്ക് നോക്കേ വേണ്ട, വാർത്താ ചാനലിക്ക് നോക്കേ വേണ്ട. ഇപ്പം ഇന്ന് രാവിലെ കൈപ്പിനി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് 2-ാം തീയതി രാവിലെ 8 മണിക്ക് കിട്ടിയതാണ് ഈ പറയുന്ന ഒരു ബോഡി. അത് എടുത്തത് SDPIക്കാരാണ് ഈ പറഞ്ഞ മാതിരി. അതേമാതിരി തന്നെ ഇപ്പം നോക്കി, ഇത് പിന്നെ പുഴയിൽ കൂടെ ഏറ്റി വരുന്നത്. ഇന്നലെ വൈകുന്നേരം 10-14 കിലോമീറ്റർ പോയിട്ട് ബോഡി എടുത്ത് വരികയാണ് അവർ. അത് ഓല പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂക്കോട്ടുമണ്ണ ബ്രിഡ്ജിൻ്റെ താഴത്ത് കെട്ടിക്കിടക്കുന്ന മരങ്ങൾ വലിച്ചു കയറ്റുന്ന പണിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ യൂണിഫോം കാണാൻ കഴിയാത്ത അത്തരം മനോഭാവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ രക്ഷാപ്രവർത്തനം, അങ്ങനത്തെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന സ്ഥലത്തേക്കൊന്നും പോകരുത് കേട്ടോ. കാരണം കണ്ണ് ചിമ്പി നടക്കേണ്ടി വരും. അപ്പോൾ തട്ടിത്തടഞ്ഞു പോകും. പിന്നെ നിങ്ങളെ വലിച്ചു വാരി കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ SDPIക്കാർക്ക്, യൂണിഫോം ഇട്ട SDPIക്കാർക്ക് വരും. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കരുത്. നിങ്ങൾ മീഡിയ മറ്റുള്ള സംഗതികളൊക്കെ ഒഴിവാക്കി കണ്ണും പൂട്ടി ഇരുന്നോളി. അല്ലാതെ വേറൊന്നുമില്ല. ഇതിപ്പോൾ നിയാസ് എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ ഇതിട്ടിങ്ങനെ നിഷാദ് മലപ്പുറം എന്ന് പറഞ്ഞൊരു DYFIന്റെ പ്രവർത്തകനാണ്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ. അയാൾ ചോദിക്കണത് എന്താണെന്ന് അറിയാം, ഇങ്ങനെ ഉണ്ടോ മനുഷ്യർ? ഈ ദുരന്തം നടന്ന അന്ന് മുതൽ ഈ മനുഷ്യന് വിശ്രമിച്ചിട്ടില്ല എന്നാ. മൂപ്പരാണ് ഈ ട്യൂബിൽ കയറ് കെട്ടിയിട്ട് ബോഡിയും കൊണ്ട് ഒറ്റക്ക് തുഴഞ്ഞു വരുന്നത്. നിയാസ് കാണി എല്ലാ ആൾക്കാരും ഇത് ചെന്ന് നിൽക്കുന്ന ചാനലുകാർക്കൊക്കെ ഇത് കാണേണ്ടി വരും. ആ രീതിയിൽ തന്നെയാണ് അവരെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിനിപ്പോൾ യൂണിഫോം ഇട്ട് ചെന്നു എന്ന് വിചാരിച്ചാൽ അവരുടേതായ പാർട്ടിയല്ലേ, ആ പാർട്ടി അവരുടെ യൂണിഫോം ഇടൂലേ. പിന്നെ ഈ യൂണിഫോമിന് മാത്രം നിങ്ങൾക്കൊരു മനപ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ അതിന് പറയാ, ഈ കസണ്ടിക്ക് ഇപ്പം മരുന്ന് കണ്ടുപിടിച്ചിരിക്കണം, അതിന് കുയിന്ത് എന്നാ പറയാ. അതിന് മരുന്നില്ല. അതിന് നിങ്ങൾ കണ്ണ് ചിമ്പി ഇരിക്കുക എന്നല്ലാതെ വേറെ ഒരു രക്ഷയില്ല. ഈ പുഴയൊക്കെ മറികടന്ന് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും വേണ്ട, പള്ളിയിൽ ബാങ്ക് വിളിക്കണ നിങ്ങൾ ആരാ നോക്കി. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് വരെ SDPIന്റെ പ്രവർത്തകരാണ്. ആ രീതിയിലായി. എന്തപ്പോ ചെയ്യാ? അപ്പം ഞങ്ങൾ ആ പള്ളിക്കൊക്കെ പോകണ്ട. അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആ പള്ളിക്കൊക്കെ പോകണ്ട. കുറെ ആൾക്കാരെ കമന്റും കുറെ ആൾക്കാരെ മനോഭാവം കണ്ടതുകൊണ്ടാണ് ഈ രീതി തന്നെ പറയേണ്ടി വരുന്നത്. നിങ്ങളിപ്പോ കുറച്ച് ആൾക്കാർ യൂണിഫോം ഇട്ടിട്ടില്ലെങ്കിൽ ഇവരങ്ങട്ട് പ്രൊമോട്ട് ചെയ്താലേ എന്തേ കാരം? ഞങ്ങളൊക്കെ വിശ്വസിച്ചു, അല്ലെ SDPIക്കാർ യൂണിഫോം ഇടാതെ വന്ന നിങ്ങൾ അംഗീകരിക്കുക കാരം. അല്ലെങ്കിൽ നിങ്ങളല്ലേ ഇവരെ ഈ കോലത്തിലൊക്കെ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറക്കിയതൊക്കെ നിങ്ങളെ ഇതിലല്ലേ. എന്തും മനോഭാവമാണ് നിങ്ങൾക്കൊക്കെ. അവര് എത്രയോ കിലോമീറ്റർ ഇന്നിപ്പോ രാവിലെ, അതായത് 2-ാം തീയതി രാവിലെ അവിടെ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് ഈ പറയുന്ന മുണ്ടേരി നെട്ടിക്കുളം ഭാഗത്ത് പോത്തുകല്ലില്. അവിടെ വിളിച്ചു നോക്കുമ്പോൾ അവിടെയൊക്കെ ഓലൊക്കെ രാവിലെ മുതൽ കയറി കഴിഞ്ഞു. കിലോമീറ്ററുകളോളം തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്യുന്ന ഡ്യൂട്ടി. ആ രീതിയിൽ തന്നെയാണ്. അവിടെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ടല്ലോ. അവരെ യൂണിഫോമിനോടൊന്നും ഇല്ലാത്ത ഒരു വെറുപ്പ് എന്തിനാ SDPIന്റെ യൂണിഫോമിനോട് മാത്രം നിങ്ങൾക്ക്? അതിൻ്റെ ആവശ്യം എന്താ? അവരെല്ലാ രീതിയിലും ഇപ്പോൾ ERFന്റെ ബോട്ടിലാണ് പോലെ കയറി നിൽക്കണത്. അങ്ങനെ ബോഡി കൊണ്ടുവരികയാണ്, അവരെടുത്ത് വന്ന ബോഡികൾ കൊണ്ടുവരികയാണ്. ഇപ്പൊ കണ്ടോ, ഒരു SDPI പ്രവർത്തകനാണിത്. ഇത്രയും സാഹസികമായിട്ട് 2 കവുങ്ങ് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെയാണ്, വെള്ളത്തിൻ്റെ മുകളിലൂടെയാണ് അദ്ദേഹം ജീവൻ പണയം വെച്ച് വരുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണ്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ, നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിലുള്ള SDPIന്റെ പ്രവർത്തകരാണ്. നിങ്ങളൊന്ന് ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ ഈ നേരത്ത് പനിച്ചവരെ പോകണ്ട കേട്ടോ. കാരണം SDPI യൂണിഫോം ഇട്ട SDPIന്റെ ആൾക്കാരെ കാണേണ്ടി വരും നിങ്ങൾക്ക്. ഇതൊക്കെയാണ് അവസ്ഥ. എത്രയോ ദൂരം താണ്ടി അവർക്ക് ശരിക്കും ഇപ്പോൾ മീഡിയയിൽ വരണമെന്നുണ്ടെങ്കിൽ ആ പോത്തല്ല അങ്ങാടിയിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളെ നിയന്ത്രിച്ചു അങ്ങനെ ഇട്ടാൽ മതി. നേരെ മറിച്ച് അതല്ല. എത്ര ബോഡികൾ അവിടെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു മീഡിയ കവറേജിനും അവരെ കാണുമ്പോൾ ഓഫാക്ക് ആയിരിക്കാം. അല്ലാതെ അവിടെ കാണുന്ന യഥാർത്ഥ കണ്ണുകളിൽ SDPIന്റെ യൂണിഫോം പെടും. കാരണം എന്താ വെച്ചാൽ ഓല അത്രയും സെറ്റപ്പിൽ അവിടെ വന്നിട്ടുണ്ട്. അത് അവിടെ കൂടിയ എല്ലാ പാർട്ടിക്കാർക്കും അവിടെ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ നല്ല ബോധ്യമുണ്ട്. കാട്ടുകൂടെ ഏറ്റിയിട്ടാണ് ഓരോ ബോഡി അവർ നടന്ന് ഓരോ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആംബുലൻസും സെറ്റപ്പിൽ ആക്കിയിട്ട് ആ ആംബുലൻസിന്റെ ഏരിയയിലും അവർ നിൽക്കുന്നുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളോടും പരമാവധി ചെയ്ത് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ അത് ഓപ്പണാക്കി, ജില്ലാ കമ്മിറ്റിന്റെ പ്രത്യേകമായ നിരീക്ഷണത്തിൽ, സ്റ്റേറ്റ് കമ്മിറ്റിന്റെ ഉത്തരവ് പ്രകാരം ആ രീതിയിൽ തന്നെയാണ് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ കഴിയണില്ലെങ്കിൽ കണ്ണ് ചിമ്പി പെരിയിലിരുന്നോളി. സോഷ്യൽ മീഡിയ തുറക്കണ്ട, വാർത്ത തുറക്കണ്ട, അതേപോലെ തന്നെ ഈ ബോഡികൾ എടുക്കണ തെരയണ സ്ഥലത്തേക്കൊന്നും പോകണ്ട. കാരണം ഓല യൂണിഫോം ഒക്കെ നിങ്ങൾക്ക് കാണേണ്ടി വരും നിർബന്ധമായിട്ടും. അപ്പോൾ അതിലാറെ നല്ല കണ്ണിമ്പിങ്ങാണ്ട് നിങ്ങൾ തട്ടിത്തടഞ്ഞ് വീണുങ്ങാണ്ട് ഈ STPIക്കാരനെ ആ രീതിയിൽ എടുത്തു കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരരുത്. അപ്പോൾ അതിനും കൂടി നിങ്ങൾ അവസരം ഉണ്ടാക്കരുത്. നിങ്ങൾ മുണ്ടാതെ കുത്തിരുന്നാൽ മതി. പിന്നെ TG മോഹൻദാസ് പറയുന്നുണ്ട് യൂണിഫോം ഇട്ടെ എൻ്റെ കാക്കി കളസെങ്കിലും ഇട്ടുങ്ങാണ്ട് ഒന്ന് ഇറങ്ങ്, എന്നിട്ട് വർത്താനം പറയും. അങ്ങനെ ABC മലയാളത്തിൽ ഇരുന്നിട്ട് മറ്റോ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുപാട് മുസ്ലിം സംഘടന SKSSF SYS എന്തേ ഓൽക്കങ്ങൾക്ക് പറ്റിയില്ലേ യൂണിഫോം ഇട്ടിറങ്ങിയത്? അതൊക്കെ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ. ഒരു ഭാഗത്ത് ഒരു സ്ത്രീ ഒരു അമ്മ മുലപ്പാൽ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ നല്ല കറവുണ്ടോ എന്ന് ചോദിക്കണ മനോഭാവക്കാരനാണ് സംഘി. ആ മനോഭാവക്കാരെ നിങ്ങൾ തിരുത്താൻ നോക്കി. അല്ലാതെ നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന STPI പോലുള്ള പാർട്ടികളെ നോക്കിയിട്ട് ആ കോലത്തിൽ പറയാനെങ്കിൽ നിങ്ങൾക്കൊക്കെ വണ്ടി വിടാം. ബീഫ് കഴിക്കുന്ന ആളുകൾക്ക് വന്ന ദുരന്താണെന്ന് പറഞ്ഞ ഊളകളല്ലേ ഈ പറയുന്ന ആളുകൾ, ഊളകൾ. അത്തരം ആളുകളല്ലേ. അവരോടൊക്കെ നമുക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, നിങ്ങളൊക്കെ വണ്ടി വിട്ടോളിയും. നിങ്ങൾക്കൊക്കെ ഇത് പറയാനേ കഴിയുള്ളൂ. ഇവിടെ പ്രവർത്തിക്കുന്ന മേഖലയിൽ ആര് യൂണിഫോം ഇട്ടിറങ്ങിയാലും, യൂണിഫോം ഇടാതെ ഇറങ്ങിയാലും ഉണ്ട്. അവിടെ പോലീസുകാരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, എത്ര ഓഫീസർമാർ പിന്നെ എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കണമെന്നറിയോ. അപ്പോൾ എല്ലാവരും ഇട്ടത് യൂണിഫോം, അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റും അവരവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ അവരുടെ ഐഡൻറ്റിറ്റിയിലും ഇറങ്ങിയിട്ടുണ്ട്, കഠിനമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് കാണാൻ കഴിയാത്തവനെ കണ്ണും ചിമ്പി ഇരുന്നോളി കേട്ടോ. ഓക്കെ, എന്നാൽ നന്ദി.